നമസ്കാരം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നല്ല സുഖം. രാവിലെ നടക്കാൻ ഭാവിച്ചപ്പോഴാണ് നിങ്ങളുടെ ആളുകൾ വന്നത്. അതുപോലെ നടക്കാൻ പോകുന്ന വേഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. വി ഡി സതീശനൊക്കെ പെട്ടെന്ന് പ്രതികരിക്കാനൊക്കെ വരുന്നത് കണ്ടു കാണുമല്ലോ അല്ലേ? കണ്ടു കാണും. പറഞ്ഞതല്ല പറയണത്, പറയാത്ത കാര്യമാണ് പുള്ളി പറയണമെന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുറ്റബോധം മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. കുറ്റബോധമല്ലാതെ വേട്ടയാടുന്നുണ്ടോ വി ഡി സതീശനെ? എല്ലാവരും എത്രയോ കോൺഗ്രസ്സുകാർ എനിക്ക് പുള്ളി പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം എനിക്ക് ഇട്ടു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അവക്കമായ പ്രസ്താവനകളും അതിനുള്ള വിദ്വേഷങ്ങളും പല കോൺഗ്രസ് ഉന്നത നേതാക്കന്മാര് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞതിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് പൂർണ്ണമായ ബോധ്യത്തോടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പക്വതയോടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വി ഡി സതീശന് കഴിയുന്നില്ല. അതല്ലേ അങ്ങയുടെ വിമർശനത്തിന്റെ ഒരു കാതൽ? അതെ, സത്യമായിട്ടും അതാണ്. കാരണം രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനായി വരുന്ന ആരായാലും അവരെല്ലാം കുറെ പക്വതയും മാന്യതയും അതുപോലെ അനുയായികളെ കൂടുതൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന അവനാണ് നേതാവ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുയായികളെയല്ല ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനാണ് ഇവിടെ സാധിച്ചത്. അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് ആരെപ്പറ്റി എന്തും പറഞ്ഞു കളഞ്ഞ് അങ്ങനെ അതിലൂടെ പ്രമാണിയാകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വെറും പ്രാണിയായി മാറി എന്നുള്ളതാണ് നേര്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരു വലയം, അത് മാത്രമാണോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ? കുറ്റം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ് പത്രങ്ങളിൽ ഹെഡിങ് വാങ്ങിച്ച് പ്രമാണിയാകുന്നു. പറയുന്നത് എന്താണെന്നും അതിന്റെ റിയാക്ഷൻ എന്താണെന്നും മനസ്സിലാക്കാതെ എവിടെ എന്തെല്ലാം വെറുപ്പുണ്ടോ സമൂഹത്തിൽ അത് നാക്കുകൊണ്ട് വിലക്ക് മേടിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് 58 വയസ്സുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. പലരുമായിട്ട് അടുക്കുകയും അതുപോലെ തന്നെ ശണ്ടയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരേ ഗാന്ധിയനാണെന്ന് പറയുകയും ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഏത് തറ പറയാനും യാതൊരു മടിയില്ലാത്ത ഒരു നേതാവെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. വി ഡി സതീശൻ പറഞ്ഞത്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് പ്രതികരിക്കാം. താങ്കൾ എന്തോ രാഷ്ട്രീയ ഉദ്ദേശ്യം